ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമില്ലേ? പിന്നെ നമുക്കിന്നൊരു പ്രോഗ്രാം ഉണ്ട്, ഹാഫ് സെറമണിയുടെ. അപ്പം എന്നെയും വിളിച്ചിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് ഓരോ കാഴ്ചകളും കാണാം കേട്ടോ. ഓക്കേ, ബ്രസീലിൻ്റെ വലിയ ഫ്ലെക്സ് നമ്മളെ ലക്കിടി ഗേറ്റിൽ വെച്ചിരിക്കുന്നു. എന്തോരം വലുപ്പമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര വലുപ്പമുണ്ട് കാണാൻ. നമ്മൾ ഈ പരിപാടിക്ക് പോകുന്ന സമയത്ത് ലക്കിടി റെയിൽവേ ഗേറ്റിൽ പെട്ടു. വണ്ടി വലിയ കാര്യം കൊണ്ട്, ട്രാക്ക് പെട്ട കാര്യം കൊണ്ട്. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുത്തു. എപ്പോഴും എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷേ അപ്പോഴും അവിടെ തിരക്കായിരിക്കും, അപ്പോൾ എടുക്കാമെന്നില്ല. അപ്പോൾ എന്നാലും ഇങ്ങനൊരു അവസരം വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ എൻ്റെ സ്കൂട്ടി അവിടെ നിർത്തിയിട്ട് ഷാജിനാൻ്റെ കാറിലാണ് നമ്മൾ പോയത്. ഷാജിൻ്റെ വീട്ടിൽ സ്കൂട്ടി നിർത്തി. അങ്ങനെ ഞങ്ങളെത്തി. പിന്നെ നമ്മളെ പുറകിൽ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവർ വേറെ 3 കാറിൽ അവരുണ്ടായിരുന്നു. ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് ഗായ്സ്. ഞങ്ങളെ പ്രിയതര എവിടെയാണ്, ഒരു വിവരമില്ലല്ലോ എന്താണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്രണ്ട്സ് എല്ലാവരും കൂടി അങ്ങനെ ഹാഫ് സാരി സെറമണിക്ക് പോയി. എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ശ്രീന പിന്നെ ഇതെല്ലാവരും ഉണ്ടായിരുന്നു. ഇതാ നമ്മളെ പിങ്ക് സാരി ഉടുത്ത പെൺകുട്ടിയുടെ മോളുടെയാണ് ആ ഫങ്ഷൻ. അവർ ഭയങ്കര ആഘോഷമായിട്ടാണ് ഇത് കഴിക്കുന്നത്. നമ്മളങ്ങനെ ആരോടും പറയണ്ട, പക്ഷെ അവർ കുത്താമ്പുള്ളിക്കാരാണ്, അവർക്ക് ഭയങ്കര ചടങ്ങ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമ്മളും ഇതുവരെ പോയിട്ടില്ലല്ലോ, അപ്പോൾ നമ്മളെ വിചാരിച്ചു. ഇതാണ് നമ്മളെ ഫങ്ഷൻ കുട്ടിയുടെ അച്ഛനും അമ്മയും. ഓക്കെ, ഉള്ളിലാണ് ഇല്ലേ ചേച്ചി? എപ്പോഴാണ് ഇപ്പൊ സ്റ്റേജിലേക്കൊക്കെ വരിക? സ്റ്റേജൊക്കെ എന്ത് ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കണെന്ന് അറിയോ? നോക്ക്, നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മളിങ്ങോട്ട് മണ്ഡപത്തിന്റെ പുറകിലേക്ക് വന്നാണ് കേട്ടോ. നോക്ക് എന്ത് ഭംഗിയാ കാണാൻ, അടിപൊളി അതിമനോഹരമായ സ്ഥലം ഗായ്സ്. കൂട്ടാതെ എടുക്കണു ഗായ്സ്, തന്നെ കൂട്ടാതെ. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്. ചില നിമിഷങ്ങൾ നമുക്ക് ഇന്നും മായാതൊരു ഓർമ്മയിൽ നിൽക്കണം. അതുപോലെ നമ്മൾ ഹാഫ് സെറമണി നമ്മളെപ്പോഴും മറക്കില്ലല്ലോ. അതങ്ങനെ കൗമാരത്തിലേക്ക് കടക്കല്ലേ. ഇനിയാണ് നമ്മൾ ഒരുപാട് എന്താ പറയുക, ഇതാണ് എൻ്റെ ഫ്രണ്ട് ശ്രുതി, ബ്യൂട്ടീഷ്യനാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ശ്രുതി പറയൂട്ടെ, എവിടെ എന്താ ഡീറ്റെയിൽ ഒക്കെ പറയും. ഓക്കെ, ഞാൻ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഓൾ കേരള വർക്ക് ചെയ്യുന്നത്. ഈ ധന്യമുഹൂർത്തങ്ങൾ മാധുര്യം കൂട്ടുവാൻ വേണ്ടി കുറച്ച് നല്ല നല്ല ഗാനങ്ങളും നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് നല്ല ഗാനങ്ങൾ കോർത്തിണക്കി നൃത്തച്ചുവടുകളുമെല്ലാം എനിക്ക് പറ്റിയ പോണോടൊക്കെ ഇങ്ങനെ പ്രകൃതി ഭംഗി ഇങ്ങനെ ഒഴുകി 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 നടക്കുകയാണ് ഗായ്സ്. അവരൊക്കെ ഉണ്ട്, അവരൊക്കെ അവിടെയാണ്. നമ്മളെവിടെ പോയാലും പാടം തോടും കാടും പറഞ്ഞ പോലെ എല്ലാം തന്നെയാണ് നമ്മളെവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴും നോക്കി എന്ത് ഭംഗിയാണ് കാണാമെന്നറിയോ. അപ്പോൾ അവിടെ ഗാനമേളൊക്കെ നടക്കാം. അപ്പം എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയവരൊക്കെ അവിടെ ഇരിക്കുക. ഞാൻ അവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് പുറത്തേക്ക് ചാടാണ്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ കുറേ പരിപാടികളൊക്കെ ഉണ്ട്, കാണാൻ ഒരു ചടങ്ങൊക്കെ നമ്മളെ കാണാത്ത ആൾക്കാർ. ഗാനമേളയുടെ പ്രോഗ്രാം നടക്കണം കേട്ടോ. ഞാനിപ്പോൾ ആ സോങ് ഇട്ട് കഴിഞ്ഞ് കോപ്പിറൈറ്റ് കിട്ടണ്ട വെച്ചിട്ടാണ് ഞാനിത് ആഡ് ചെയ്യാത്തത് കേട്ടോ. നല്ല രസമാണ്, നല്ല പരിപാടി. മഴവിൽ മനോരമയത്തെ അവർ വന്നിട്ടാണ് ഗാനമേളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല പരിപാടിയായിരുന്നു. പിന്നെ പിള്ളേരെ AVM ഡാൻസ് അക്കാദമിയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു.
ഈ കാണുന്ന ഐറ്റംസ് എല്ലാം അവരെ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. വരുന്നവർ ഇങ്ങനെ തട്ടായിട്ട് സാധനം കൊണ്ടുവരും. പക്ഷേ ഇതിൽ കുറച്ചേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ഒന്ന് പോയി ജസ്റ്റ് തിരക്കൊരുമ്പോഴേക്കും വേഗം ഒന്ന് പോയി വീഡിയോ എടുത്താണ്. എത്ര പോലെ സാധനങ്ങളാണെന്നറിയാം. ഇവരെന്തായിരിക്കും ഇതൊക്കെ ചെയ്യും, ഞാൻ അതാലോചിക്കണത്. ബേക്കറി പിന്നെ കുഴപ്പമില്ല, എടുത്തൊക്കെ ആക്കിയാൽ ഈ ഫ്രൂട്ട്സൊക്കെ ഇവരെന്ത് ചെയ്യും. അത്ര പോലെ ആ കണ്ട മനുഷ്യന്മാരൊക്കെ വരുമ്പോൾ കുടഞ്ഞിരിക്കണ്ട തട്ടായിട്ട് ഓരോരുത്തരെ കൊണ്ട് അവർ ഗിഫ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം, നമ്മളെ AVM ഡാൻസ് അക്കാദമി, അതൊരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നല്ല പിള്ളേരെ ആ എനർജിയൊക്കെ കാണണം. അതെന്തായാലും അവിടുത്തെ അവരെ സാറിൻ്റെ ഒരു തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നല്ല. നന്നായി പഠിപ്പിച്ചു കൊടുക്കണതിൻ്റെ പവർ തന്നെയാണ്. പിന്നെ ഈ പിള്ളേരിനെ എല്ലാ അവസരങ്ങൾ വെച്ചാൽ വരും കേട്ടോ. കല്യാണത്തിനാണെങ്കിലും പിന്നെ ഹൗസ് വാമിങ്, ഇപ്പോൾ ഹാഫ് സാരി സെറമണീൻ്റെ ഫംഗ്ഷനാണെങ്കിലും എന്ത് പരിപാടിക്ക് വിളിച്ചാലും അവർ വരാൻ തയ്യാറാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ എന്ത് അവസരങ്ങൾക്ക് വിളിച്ചാലും പിള്ളേർ വരാൻ തയ്യാറാണ്. അപ്പോൾ ആരും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്വന്തം ഷംന ലക്കടി. ഓക്കെ, ബായ്. ഒന്ന് സൂക്ഷിച്ച് നോക്കി നോക്ക്, മെസ്സിയുടെ കൂടെ ആരാ നിൽക്കണമെന്ന് ഒരു കമൻ്റ് ഇടണേ. കണ്ടോര് ആരാന്നുള്ളത് നോക്കി കമൻ്റ് ഇടണം.